സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നു. പ്രളയക്കെടുതിയിലും PM ശ്രീയിലും സ്വീകരിച്ച നിലപാട് പാളിയതോടുകൂടിയാണ് ഏറ്റവും ദുർബലമായ പ്രതിപക്ഷമായി CPM മാറുന്നത്. അതേസമയം സർക്കാരിന്റെ കപടവാദങ്ങൾക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കുന്നത് BJP ആണ്. ശ്യാമപ്രസാദ് വിവരങ്ങൾ നൽകും. ശ്യാമി, പല വിഷയങ്ങളിലും VD സതീശനെതിരെ കൃത്യമായി ആയുധം ഉപയോഗിച്ച് ഒരു പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് എത്താൻ CPM-നോ പ്രതിപക്ഷ നേതാവായ പിണറായിക്കോ സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ LDF-ൽ തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുകയാണോ? ഗൗതമേ, സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ വലിയൊരു പ്രാതിനിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ തെളിവുകളും അല്ലെങ്കിൽ തന്നെ എല്ലാം തന്നെയാണ് സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ് പുറത്തു വരുന്നത് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ 100 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നിലവിൽ പ്രതിപക്ഷം ഇപ്പോൾ പൂർണ്ണ പരാജയം എന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷവും പൂർണ്ണ പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും PM ശ്രീയിലും പ്രളയത്തിലും അടക്കം വലിയ ശബ്ദമായി മാറേണ്ട ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം വളരെയധികം പിന്നോട്ട് പോകുന്ന, ഇടതുമുന്നണി വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. CPM പല ഘട്ടങ്ങളിലും മുഖ്യ പ്രതിപക്ഷമായ ഈ ഇടതുമുന്നണി വലിയ ശബ്ദമായി മാറേണ്ട, സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട പല ഘട്ടങ്ങളിലുമെല്ലാം തന്നെ പിന്നോക്കം പോകുന്നു. ചില സമയങ്ങളിൽ ഒരു ധാരണ എന്ന രീതിയിൽ തന്നെ പോകുന്ന ചില സന്ദർഭഘട്ടങ്ങളിൽ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിയമസഭയ്ക്കകത്തും ഇത്തരത്തിൽ ചില വലിയ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോഴും അത് ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിപക്ഷം മുമ്പേ പരാജയപ്പെടുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിപക്ഷ നിരയുണ്ടെങ്കിൽ പോലും വലിയ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മുന്നോട്ട് ഉന്നയിച്ചു കൊണ്ടുപോകാനോ കഴിയുന്നില്ല. ഇതിൽ നിന്ന് പിന്നോക്കമെല്ലാം തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ നിയമസഭാ കാലയളവിലെല്ലാം തന്നെ കണ്ടത്. അതുതന്നെയാണ് നിയമസഭയ്ക്കകത്തുമുള്ള പുറത്തും വലിയ സമരപരിപാടികളിലെല്ലാം തന്നെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിലടക്കം വലിയ ഭരണ പ്രതിപക്ഷത്തിന് അമ്പേ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് BJP MLA-മാരുടെ പ്രസക്തി ഇവിടെ വളരെ പ്രാധാന്യമേറുന്നത്. ഈ 3 MLA-മാരാണ് സംസ്ഥാന നിയമസഭയിൽ തന്നെ ഇപ്പോഴുള്ളെങ്കിൽ പോലും വലിയ ശബ്ദമായി മാറാൻ അവർക്ക് സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളും ഒപ്പം തന്നെ പ്രളയക്കെടുതിയിലടക്കമുള്ള ഫണ്ട് സമാഹരണത്തിലും അല്ലെങ്കിൽ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിലെല്ലാം തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ MLA-മാർ മുന്നോട്ട് പോകുന്നു. ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ ഇവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇടതുമുന്നണിക്ക് വളരെ ഒരു പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു റോൾ ഇല്ലാത്തൊരു സാഹചര്യം ഭരണപക്ഷം ഇപ്പോൾ 100 ദിനങ്ങൾ കൊണ്ട് കൊണ്ടാടുമ്പോഴും ഈ ഭരണപക്ഷം അല്ലെങ്കിൽ ഈ 100 ദിനങ്ങൾ പിന്നിടുമ്പോഴും എന്ത് ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വാക്കുന്നയിക്കാൻ പോലും ഇപ്പോൾ പ്രതിപക്ഷത്തിന് ആകുന്നില്ല എന്നതാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ മുഖം. ഗൗതം. ഓക്കെ ശ്യാം, എന്തായാലും വ്യക്തമാണ്. പ്രതിപക്ഷം അപ്രസക്തമാവുകയാണ്. പ്രത്യേകിച്ച് VD സതീശൻ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്ന വിമർശനം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉയരുന്ന വേളയിലും പിണറായിക്കും CPM-നും ഇത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. 3 MLA-മാരുമായി ഈ തവണ ഒരു ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് BJP CPM മാറി നിൽക്കുന്ന ഗ്യാപ്പിലേക്ക് BJP കയറി വരുന്നു എന്ന കൃത്യമായ നിരീക്ഷണവും ഉയരുന്നുണ്ട്. ശ്യാമപ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.